Hello dear students, welcome to your AEC textbook Advanced English Language Skills for Literatures. Here we have a new chapter, The Ceaseless Rain means Tora Mara, the poem by Rafiq Ahmad. It translated as the title Ceaseless Rain by Anida Verma. Okay, now let's go through the introduction. Rafiq Ahmad is one of the prominent figures in modern Malayalam literature. The lyrical quality of his verse has made him a favorite among the contemporary writers. Rafiq Ahmad modern Malayalam literature പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സോങ്, സ്ക്രീൻ പ്ലേസ്, മലയാളം ഫിലിംസിന് വേണ്ടി സോങ്, സ്ക്രീൻ പ്ലേസ് ഒക്കെ എഴുതാറുണ്ട്. ദ മെജോറിറ്റി ഓഫ് ദ പോയംസ് എക്സ്പ്ലോർഡ് സ്പിരിച്വാലിറ്റി, ലവ്, നേച്ചർ ആൻഡ് സൊസൈറ്റൽ ഇഷ്യൂസ്. മോസ്റ്റ് ഓഫ് ഹിസ് പോയംസിൻ്റെ തീം എന്താ വെച്ചാൽ സ്പിരിച്വാലിറ്റിയും ലവും നേച്ചറും അതുപോലെ സൊസൈറ്റൽ ഇഷ്യൂസുമാണ്. പിന്നെ റഫീഖ് അഹമ്മദിൻ്റെ പോയംസ് പിന്നെ ബേസ് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ പൊളിറ്റിക്കൽ, കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ കോണ്ടെക്സ്റ്റുകളാണ്. Rafiq Ahmad received has Kerala Sahitya Academy Award in 2006 for his work Alamara. Alamara എന്നുള്ള വർക്കിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 2006 റഫീഖ് അഹമ്മദ് നേടിയിട്ടുണ്ട്. ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു മലയാളം സിനിമ ആസ് എ ലിറിസ്റ്റ് ആൻഡ് സ്ക്രീൻ റൈറ്റർ ആർ ഓൾസോ നോട്ട് വർത്തി. ലിറിസിസ്റ്റ് ആണ്, അതുപോലെ സ്ക്രീൻ റൈറ്റർ ആണ്. ഹിസ് ലിറിക്കൽ ക്വാളിറ്റി ആൻഡ് തിമാറ്റിക് വെറൈറ്റി അലൗ ഹിം ടു ബ്രിഡ്ജ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ക്ലാസിക് ആൻഡ് കണ്ടംപററി. അദ്ദേഹത്തിൻ്റെ ആ ഒരു തിമാറ്റിക് വെറൈറ്റിയുടെ ഉപയോഗം കൊണ്ട് ക്ലാസിക്കിൽ നിന്നും ഒരു ട്രഡീഷണൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിട്ടുള്ള കവിതകളാണ് അദ്ദേഹത്തിൻ്റെ. ഹിസ് വൈഡ്ലി അപ്രീഷിയേറ്റഡ് വർക്ക് തോരാമഴ ഹാസ് ബീൻ ട്രാൻസ്ലേറ്റഡ് ആസ് സീസ്ലെസ് റെയിൻ ബൈ അനിത വർമ്മ. അദ്ദേഹത്തിൻ്റെ തോരാമഴ എന്ന കവിത സീസ്ലെസ് റെയിൻ എന്ന ടൈറ്റിൽ അനിത വർമ്മയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എ വെൽ നോൺ പോയറ്റാണ് അനിത വർമ്മ, ട്രാൻസ്ലേറ്ററാണ്. ദർ ആർ ന്യൂമറസ് അഡീഷണൽ ട്രാൻസ്ലേഷൻസ് ഓഫ് ദ പോയം ആർ അവൈലബിൾ ആസ് വെൽ. തോരാമഴ എക്സാമിൻസ് തീംസ് ഓഫ് ലോങ്ങിങ്, റെസിലിയൻസ് ആൻഡ് സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ദ ഫേസ് ഓഫ് ലൈഫ്, അൺഅവോയ്ഡബിൾ ചാലഞ്ചസ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ തോരാമഴ എന്നുള്ള കവിതയിലെ മെയിനായിട്ടുള്ള തീം എന്താ വെച്ചാൽ ലോങ്ങിങ്, അതിയായ ആഗ്രഹം, എന്തോ നഷ്ടബോധം അത് കിട്ടണം എന്നുള്ള ആഗ്രഹം, റെസിലിയൻസ്, സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലൈഫിൽ അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിലെ മെയിനായിട്ടുള്ള തീം. ഇൻ തോരാമഴ ദ റെയിൻ സെർവ് ആസ് എ potent metaphor of the intricacies of human existence. It is a symbol rather than natural occurrence. അപ്പോൾ തോരാമഴ എന്നുള്ള കവിതയിൽ മഴേനൊരു മെറ്റാഫറായിട്ടാണ് കണക്കാക്കിയത്. എന്തിൻ്റെ? ഹ്യൂമൻ എക്സിസ്റ്റൻസിനെ, ഹ്യൂമൻ നിലനിൽപ്പിൻ്റെ ധാരാളം പ്രശ്നങ്ങളെയാണ് ഈ ഒരു റെയിനോട് കമ്പയർ ചെയ്തത്. നാച്ചുറൽ ഫിനോമിനയായ മഴയേക്കാളും ഹ്യൂമാനിറ്റിൻ്റെ, മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളും അതിൻ്റെ ഡീപ്നെസ്സൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ റാദർ ദാൻ നാച്ചുറൽ ഒക്കറൻസ്. ഇതിൽ ഈ ഒരു കവിതയിൽ റെയിന് ഒരു സിമ്പിളായിട്ടാണ് ഈ ഒരു മഴ എന്നുള്ളതിനുപരി അതിനെ അർത്ഥമാക്കുന്നത്. ദ ഫീലിങ്സ് linger and pour like endless rain. Rafiq Ahmad used sensory rich language that evoke a sense of real world while being profoundly reflective. അപ്പോൾ എന്താ വെച്ചാൽ ഇതൊരു നല്ലൊരു ഭയങ്കര ഈ ഒരു തോരാമഴ എന്നുള്ളത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് റഫീഖ് അഹമ്മദ് ഈ കവിതയിൽ ഉപയോഗിച്ചത്. ദ റീഡർ ഈസ് ഗിവൺ എ മോർ ഇമ്മേഴ്സീവ് എക്സ്പീരിയൻസ് ആസ് ദ പോയംസ് റിതം ആൻഡ് ദ ചോയ്സ് ഓഫ് വേർഡ്സ് ഫ്രീക്വൻ്റ്ലി റിസംബിൾസ് ദ കാഡൻസ് ഓഫ് റെയിൻ. അപ്പോൾ റീഡറിന് ഭയങ്കര ഇമ്മേഴ്സ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു കവിതയിലൂടെ കിട്ടാൻ പോണത്. നോക്കൂ, now let's go through the poem. The ceaseless rain. The night Kulsu died, her mother stood alone outside the house. Relatives had all left. The front yard was empty. Rented chairs, gaslight, mats, everything was returned. At that instant, darkness welled up to the bottom branch of the chambak which she had once planted. A little chimney lamp stood, wiping a dim, teary light. നോക്കൂ, ആ ഒരു രാത്രിയാണ്
ഉമ്മുകുൽസു മരിച്ചത്. ദ നൈറ്റ് ഉമ്മുകുൽസു ഡൈഡ്. ഹർ മദർ സ്റ്റുഡ് അലോൺ ഔട്ട്സൈഡ് ദ ഹൗസ്. റിലേറ്റീവ്സ് ഹാഡ് ഓൾ ലെഫ്റ്റ്. അമ്മ മാത്രം എവിടെ ഇരിക്കുന്നുണ്ട്? ഔട്ട്സൈഡ്, വീടിൻ്റെ മുറ്റത്തിരിക്കുന്നുണ്ട്. റിലേറ്റീവ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ മരിച്ച വീട്ടിൽ എല്ലാവരും പോവും. കുറച്ച് സമയം എന്തുണ്ടാവുള്ളൂ? ആളുകളൊക്കെ അവിടെ നിൽക്കുള്ളൂ. ആ ഒരു സമയം കഴിഞ്ഞാൽ ആളുകൾ പോവും. അപ്പോൾ ഇവിടെ ഈ ഒരു സീസ്ലെസ് റെയിൻ എന്നുള്ള ടൈറ്റിൽ എക്സാമിൻസ് ചെയ്യുന്നത് ലോങ്ങിങ്, റെസിലിയൻസ് ആൻഡ് സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ദ ഫേസ് ഓഫ് ലൈഫ്സ് അൺഅവോയ്ഡബിൾ ചാലഞ്ചസ്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ സീസ്ലെസ് റെയിനെ ഒരു മെറ്റഫർ ആയിട്ടാണ് കവി പറഞ്ഞിട്ടുള്ളത്. എന്താ വെച്ചാൽ അമ്മ ഇങ്ങനെ അമ്മക്ക് കുട്ടി മരിച്ചിട്ട് അമ്മ, ബാക്കിയുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് പോയി, റിലേറ്റീവ്സും പോയി, എല്ലാവരും പോയി, അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. ദ ഫ്രണ്ട് യാർഡ് വാസ് എംറ്റി. മുറ്റം ഫുൾ എംറ്റി ആയിട്ടുണ്ട്. റെൻറ്റഡ് ചെയേഴ്സ്, പിന്നെ മരിച്ച വീട്ടിൽ ഇരിക്കാനുള്ള പിന്നെ ചെയർ, അതുപോലെ തന്നെ ടാർപ്പായ, അതുപോലെ ഗ്യാസ് ലൈറ്റ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരും. ഇതെല്ലാം എന്ത് ചെയ്ത്? എവരിത്തിങ് വാസ് റിട്ടേൺഡ്. എല്ലാം തിരിച്ചയച്ചു കഴിഞ്ഞു. ഓൾ ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഡാർക്ക്നെസ് വെൽഡ് അപ്പ് ടു ദ ബോട്ടം ബ്രാഞ്ച് ഓഫ് ദ ചാമ്പക് വിച്ച് ഷീ ഹാഡ് വൺസ് പ്ലാന്റഡ്. പിന്നെ അവിടെ എന്താ ഉള്ളത്? ഇരുട്ടിങ്ങനെ രാത്രിയായി വരികയാണ്. ഉമ്മുകുൽസുവിൻ്റെ ഉമ്മ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ സമയത്ത് ചാമ്പക്കയുടെ മരത്തിലും ഇരുട്ട് കടന്നുകൂടിയിട്ടുണ്ട്. ലിറ്റിൽ ചിമ്നി ലാമ്പ് സ്റ്റുഡ് വൈപ്പിംഗ് ഡിം ടിയറി ലൈറ്റ്. പിന്നെ അവിടെ ചിമ്മിനി, അവിടെ വെളിച്ചം, ലാമ്പ് മാത്രം എന്താണ്? ലാമ്പ് ഈസ് സ്റ്റിൽ ബേണിങ്. ആ ലാമ്പ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുക. ലൈറ്റ് ഓഫ് ആക്കാണ്ട് വെച്ചതാണ് ഉമ്മ. വൈപ്പിംഗ് എ ഡിം ടിയറി ലൈറ്റ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഷോൺ ദ ഗ്രീഫ് ആൻഡ് സോറോഫുൾ സിറ്റുവേഷൻ ഓഫ് മദർ. അതുകൊണ്ടാണ് ഡിം ടിയറി ലൈറ്റ് എന്ന് പറയാൻ കാരണം. നോട്ട് ദി പോയിന്റ്, അണ്ടർലൈൻ ഇറ്റ്. എന്താ വെച്ചാൽ അവിടെ ആ ഡിം ടിയറി ലൈറ്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ആ ഒരു ഉമ്മുകുൽസുവിൻ്റെ അമ്മേൻ്റെ ഒരു എന്താ പറയുക, ഗ്രീഫും സോറോഫുൾ കണ്ടീഷനുമാണ് സ്റ്റുഡ് വൈപ്പിംഗ് എ ഡിം ടിയറി ലൈറ്റ് എന്ന് പറയാൻ കാരണം കേട്ടോ. നെക്സ്റ്റ്, ദ ടാബി കാറ്റ് rubbed inquiringly against the slippers and she had left below the stone steps and indifferently left for the rock കറി ബിഹൈൻഡ് ദ ഹൗസ്. നോക്കൂ, പൂച്ചിരിക്കണത് നോക്ക്. ആ ഒരു ചെരുപ്പിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട്, ഉമ്മുകുൽസുവിൻ്റെ ചെരുപ്പിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ആരിയ്ക്കുന്നുണ്ട്? പൂച്ച എങ്ങനെ ഇരിക്കുന്നുണ്ട്? റാബി കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടാബി കാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗ്രേ ഓർ ബ്രൗണിഷ് കാറ്റ്. ഒരു ഗ്രേയോ ബ്രൗണിഷ് കളറിൽ ഇങ്ങനെ വരയൊക്കെ ഉള്ള ക്യാറ്റിനെ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ളൊരു ക്യാറ്റ് എവിടെ ഇരിക്കുന്നുണ്ട്? സ്റ്റെപ്പിലിരിക്കുന്നുണ്ട്, ഉമ്മുകുൽസുവിൻ്റെ ചെരുപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട്. ദാറ്റ് ഷീ ഹാഡ് ലെഫ്റ്റ് ബിലോ ദ സ്റ്റോൺ സ്റ്റെപ്പ്. എവിടെയാണ്? സ്റ്റോൺ സ്റ്റെപ്പിൻ്റെ താഴെയായിട്ടാണ് ഈ ചെരുപ്പ് അയച്ചു വെച്ചിട്ടുള്ളത്. ആൻഡ് ഇൻഡിഫറൻ്റ്ലി ലെഫ്റ്റ് ഫോർ ദ റോക്ക് ക്വാറി ബിഹൈൻഡ് ദ ഹൗസ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പൂച്ച എന്ത് ചെയ്ത്? ആ റോക്കിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് നടന്ന് നീങ്ങുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പൂച്ച എവിടെ ഇരിക്കുന്നുണ്ട്? ടാബി കാറ്റ് ഇൻഡിഫറൻ്റ്ലി ലെഫ്റ്റ് ഫോർ ദ റോക്ക് ക്വാറി ബിഹൈൻഡ് ദ ഹൗസ്. ദിസ് മീൻസ് ദ കാറ്റ് ഡിഡ് നോട്ട് ഷോ എനി സാഡ്നെസ് ഓർ ഇമോഷൻ എബൌട്ട് ഉമ്മുകുൽസൂസ് ആബ്സെൻസ്. കാറ്റ് ഒരു സാഡ്നെസ്സോ അല്ലെങ്കിൽ വേറെ ഒരു ഇമോഷനും ആ ഒരു കാറ്റിൻ്റെ മുഖത്ത് കാണുന്നില്ല ഉമ്മുകുൽസുവിൻ്റെ. അതെന്താ ചെയ്തത്? സിംപ്ലി മൂവ്ഡ് ഓൺ ആസ് ഇഫ് നത്തിങ് ഹാഡ്. അത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ അത് ആ ഒരു റോക്കിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ കാറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ഉമ്മുകുൽസൂസ് ഡെത്ത്. നോട്ട് ചെയ്യണേ പോയിന്റ്. നെക്സ്റ്റ്, ദ പെറാമ്പുലേറ്റിംഗ് വിൻഡ് മൗണ്ടഡ് എ ട്രീ ആഫ്റ്റർ inquisitively pattering her slightly frayed little frock on the clothesline to the south of the house.
അപ്പോൾ നെക്സ്റ്റ് നോക്ക്, പെറാമ്പുലേറ്റിംഗ് മീൻസ് വാക്ക് ത്രൂ എ പ്ലേസ് ഇൻ എ ലെഷർലി വേ. മൂവിങ് എന്നുള്ള മീനിങ് ഉള്ളൂ കേട്ടോ. വാണ്ടറിങ് ഇവിടെ എന്താ പെറാമ്പുലേറ്റിംഗ് വിൻഡ് എന്നാ. വാണ്ടറിങ് ഇങ്ങനെ കാറ്റ് എല്ലായിടത്തേക്കും അലഞ്ഞ് വീശുക ചെയ്യുക. അപ്പോൾ ദ പെറാമ്പുലേറ്റിംഗ് വിൻഡ് മൗണ്ടഡ് എ ട്രീ ആഫ്റ്റർ. എവിടെ പോയതിനു ശേഷമാണ് ട്രീമേൽ കയറിയത് കാറ്റ്? ആഫ്റ്റർ ഇൻക്വിസിറ്റീവ്ലി പാറ്റിംഗ് ഹെർ സ്ലൈറ്റ്ലി ഫ്രൈഡ് ലിറ്റിൽ ഫ്രോക്ക്. കുൽസുവിൻ്റെ ഫ്രൈഡ് മീൻസ് കീറിയ ഒരു ഫ്രോക്ക് അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഓൺ ദ ക്ലോത്ത് ലൈൻ. എവിടെ തൂക്കിയിട്ടത്? ക്ലോത്ത് ലൈൻ മീൻസ് റോപ്പ്. നമ്മൾ ആറിയിടണ കയറില്ലേ, അതിൽ തൂക്കിയിട്ട് അതിന്മേൽ കാറ്റ് മെല്ലെ ടച്ച് ചെയ്തിട്ട് ടു ദ സൗത്ത് ഓഫ് ദി ഹൗസ്. ആ ഡ്രസ്സ് ചിക്കിയ സ്ഥലം എവിടെയാണ്? സൗത്ത് ഓഫ് ദി ഹൗസിലാണ്. അവിടെയൊക്കെ ടച്ച് ചെയ്തിട്ട് കാറ്റ് മെല്ലെ അങ്ങോട്ട് വീശി പോവുകയാണ് ചെയ്തത്. ഇവിടെ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ indifferent attitude of the wind towards the death of കുൽസു. നോട്ട് ദി പോയിന്റ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാറ്റ് ആയാലും നേച്ചർ ആയാലും മനുഷ്യന്മാർ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കുറിച്ച് മനുഷ്യന്മാർ ഒരു ഉമ്മ മാത്രം വിഷമിച്ചിരിക്കും, അല്ലെങ്കിൽ അത്രയും അടുത്തവർ മാത്രം വിഷമിച്ചിരിക്കും കുറച്ച് കാലം. അതിനുശേഷം നേച്ചർ അതിൻ്റെ പണി നോക്കും. കാറ്റിൻ്റെ വഴിക്ക് അടിച്ച് വീശി പോവും. അതിൻ്റെ ഇടയ്ക്ക് ചെറുതായിട്ട് കുൽസുവിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് എന്നല്ലാണ്ട് വേറൊന്നും സംഭവിക്കാതെ കാറ്റിൻ്റെ വഴിക്ക് പോയി. കാറ്റിനും നമുക്ക് കാണാൻ സാധിച്ചെന്താ? കാറ്റ് ഡിഡ് നോട്ട് ഷോ എനി സാഡ്നെസ് ഓർ ഇമോഷൻ അബൌട്ട് കുൽസൂസ് ആബ്സെൻസ്. വിൻഡ് ഓൾസോ ദ സെയിം ആറ്റിറ്റ്യൂഡ്. കാറ്റും വിൻഡും സെയിം ആറ്റിറ്റ്യൂഡാണ് കുൽസുവിൻ്റെ ഡെത്തിന് സ്വീകരിച്ചത്. അതുകൊണ്ട് നമുക്ക് ഈ 2 പാരഗ്രാഫും കാണിക്കുന്നത് എന്താണ്? ഹൗ നേച്ചർ ആൻഡ് ലൈഫ് കണ്ടിന്യൂ. എങ്ങനെയാണ് ലൈഫും നേച്ചറും കണ്ടിന്യൂ ചെയ്യുന്നത്? അൺഅഫക്റ്റഡ് ബൈ പേഴ്സണൽ ലോസിനെ ഒരിക്കലും അത് ബാധിക്കാതെ, പേഴ്സണൽ ലോസ് ബാധിക്കാതെ കാറ്റായാലും ക്യാറ്റായാലും രണ്ടും, വിൻഡും ക്യാറ്റും അത് അതിൻ്റെ വഴിക്ക് വീശാണ്. നെക്സ്റ്റ് സ്റ്റാൻസ. While her mother was standing alone outside her house the night Kulsu died, came a sudden flurry of rain. നോക്കൂ, വൈൽ ഹർ മദർ വാസ് സ്റ്റാൻഡിങ് അലോൺ ഔട്ട്സൈഡ് ഹെർ ഹൗസ്. അമ്മ മാത്രം വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കുൽസു മരിച്ച വിഷമത്തിൽ. സ്വന്തം മകളല്ലേ. പിന്നെ കേം എ സഡ, പെട്ടെന്ന് വലിയൊരു മഴ പെയ്യാണ്. ഹർ മദർ റാൻ ഇൻസൈഡ് ഫാസ്റ്റ്. പെട്ടെന്ന് അമ്മ ഓടിയത് എവിടേക്കാണ്? അകത്തേക്ക്. സെർച്ചിങ്, എന്തോ തിരയാണ്. ആൻഡ് ഫൗണ്ട് ദ സ്പോട്ടഡ് അംബർല. അവിടെ പെട്ടെന്ന് അംബർല സ്പോട്ട് ചെയ്തു. എബൌട്ട് വിച്ച് ഷീ യൂസ് ടു വിസ്പർ. അവിടെ വിംബർ എന്നാണ്. വിം പറഞ്ഞാൽ ക്രൈ സോഫ്റ്റ്ലി, മെല്ലെ ഇങ്ങനെ രോദനം പോലെ കരയാണ്. ഇറ്റ്സ് റിബ്സ് ആർ ബ്രോക്കൺ. എന്തായിട്ടുണ്ട്? ഇതിൻ്റെ റിബ്, ഇതിൻ്റെ ഇല്ലികൾ ഇല്ലേ, കുടയുടെ ആ കമ്പികളെല്ലാം പൊട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കുട എടുത്തിട്ട് ഓടുകയാണ്. ഷീ ഹാസ്റ്റിലി റാൻ. നെക്സ്റ്റ്, ഷീ ഹാസ്റ്റിലി റാൻ ആൻഡ് പ്ലേസ്ഡ് ദ ഓപ്പൺഡ് പാരസോൾ. അവിടെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്? ആ കൊട പെട്ടെന്ന് നിവർത്തി. പാരസോൾ മീൻസ് കൊട, ആ അംബ്രല്ല. ഷീ ഹാസ്റ്റിലി റാൻ ആൻഡ് പ്ലേസ്ഡ് ദ ഓപ്പൺഡ് പാരസോൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ ന്യൂ മൗണ്ട് ഓഫ് എർത്ത് ഇൻ ദ സെറിമണി. അപ്പോൾ കുൽസുവിനെ അടക്കം ചെയ്ത ആ ഒരു പുതിയ മണ്ണ് കാണിക്കുന്ന ആ ഒരു കൂനയിൽ, ഇവിടെ പിക്ചറിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, ആ മൺകൂനയിൽ ഈ കൊട തുറന്നിട്ട് മെല്ലെ വെക്കുകയാണ്. ഓൺ ദ ടോപ്പ് ഓഫ് ദ ന്യൂ മൗണ്ട് ഓഫ് ദ എർത്ത് ഇൻ ദ സെമെട്രി. സെറിമണി അല്ല കേട്ടോ, സോറി, റീഡ് ചെയ്ത് മാറിയതാണ്. സെമെട്രിയിൽ ആ ഒരു ശവക്കല്ലറയിൽ ഈ കൊട മഴ കൊള്ളണേന് നിർത്തി വെക്കുകയാണ്. അപ്പോൾ ഈ അമ്മ നിങ്ങൾ ചിന്തിച്ച് നോക്ക്, എത്ര ആയാലും ആ അമ്മൻ്റെ ആ ഒരു പ്രൊട്ടക്ഷനും ആ കെയറും എപ്പോഴായാലും ആ ഒരു സ്വന്തം മക്കൾക്ക് ഉണ്ടാവും എന്നുള്ളതും ഇതിലൂടെ നമുക്ക് തെളിവാണ്. പിന്നെ എന്താണ് നെക്സ്റ്റ് ലൈൻ? ദ റെയിൻ കണ്ടിന്യൂസ്. മഴ ഇങ്ങനെ തുടരുകയാണ് അല്ലേ. ടു ഫോൾ ഇൻ്റർമിനബിളി പറഞ്ഞാൽ നവർ എൻഡിങ്. ഇൻ്റർമൈനബിളി മീൻസ് നവർ എൻഡിങ്. തോരാ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രം ദ നൈറ്റ് കുൽസു ഡൈഡ്. കുൽസു മരിച്ച അന്ന് മുതൽ തുടങ്ങിയ ആ മഴ പിന്നെ തോർന്നിട്ടേ ഇല്ല എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഒരു തോരാ മഴ എന്നുള്ള ടൈറ്റിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും അത് എന്താണ്? ലോസ്. കാരണം
The poem describes the night of Ummu Kulsu's death, focusing on her mother's grief and isolation. എന്താണ് ആ ഉമ്മു കുൽസ് മരിച്ച അന്ന് മുതലുള്ള അമ്മൻ്റെ ഗ്രീഫും ഐസൊലേഷനും. പിന്നെ the mother stand alone outside their empty house where the relatives had gathered earlier. റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊക്കെ എന്ത് ചെയ്തു, പോയി നേരത്തെ. പിന്നെ ദ അറ്റ്മോസ്ഫിയർ ഈസ് വെരി മോൺഫുൾ ആൻഡ് മെലങ്കലിക് വിത്ത് ഡാർക്ക്നെസ് എംവലപ്പിംഗ് ദ ചാമ്പക് ആൻഡ് ദ ഡിം ലാമ്പ് കാസ്റ്റിംഗ് എ ടിയറി ലൈറ്റ്. എന്താ അവിടുത്തെ പ്രത്യേകത എന്താണ്? മൊത്തം അറ്റ്മോസ്ഫിയറും മോൺഫുൾ ആണ്, മെലങ്കലിക് ആണ്. ഡാർക്ക്നെസ് ആകെ ചാമ്പക്ക, അവളുടെ അമ്മ കുഴിച്ചിട്ട ഒരു ചാമ്പക്ക മരം കംപ്ലീറ്റ് ആയിട്ട് മൂടിയിട്ടുണ്ട്. അവിടെ ഒരു ഡിം ലാൻഡ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, അതങ്ങനെ ബേൺ ചെയ്യുന്നുണ്ട്. ദാറ്റ് ലാമ്പ് ഈസ് സ്റ്റിൽ ബേണിംഗ്. ചാമ്പക് ട്രീ ആക്ച്വലി സിംബലൈസ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ മദർ ആൻഡ് ഡോട്ടർ. ആ അമ്മയും ഇവരുള്ള കണക്ഷനാണ് അവിടെ കാണിക്കുന്നത്. ആക്ച്വലി മെയിനായിട്ടുള്ള ഈ ഒരു പോയത്തിൻ്റെ തീം എന്താ വെച്ചാൽ ലോങ്ങിങ്, അതുപോലെ തന്നെ സെൻസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ ദ ഫേസ് ഓഫ് ലൈഫ്സ് അൺഅവോയ്ഡബിൾ ചാലഞ്ചസ്. ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത മരണം എന്ന് പറഞ്ഞാൽ അൺഅവോയ്ഡബിൾ ആണ് അല്ലേ. എവരി വൺ ദർ ഈസ് എ പ്ലേസ് ആൻഡ് ടൈം ഫോർ ഡെത്ത് എന്ന് ഇവിടെ നമുക്ക് ഇതിലുള്ള പാടാണ്. പിന്നെ റെയിൻ എന്തിനാണ് റെയിൻ എന്തായിട്ടാണ്? റെയിൻ യൂസ്ഡ് ആസ് എ മെറ്റഫർ ഫോർ ദ intricacies of human existence. Note the point. Rain used as a metaphor for the intricacies of human existence. Actually ഈ ഒരു കവിതയിൽ മഴ it is a symbol rather than natural occurrence. This is all about the poem. Thank you dears. Bye.